ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യത്തിൽ. പറയാമോ? റാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് നടപടി വേണമെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും. അത് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കോടതി, സുപ്രീം കോടതി വരെ, താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ചതാണ്. പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നടപടിയെടുക്കാൻ DGPയോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. ആദ്യം മുതൽ തന്നെ ഈ കേസിനകത്ത് ഞങ്ങൾ പോലീസ് ഇരയോടൊപ്പമാണ്. ഇപ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ടീമിനെ മാറ്റണമെന്ന്. ഞങ്ങൾ ആ അന്വേഷണ ടീമിനെ മാറ്റി അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ വെക്കുകയുണ്ടായി. അപ്പോൾ ഇത് ആ സംഭവം ഉണ്ടായ ശേഷം അവരുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സംവിധാനം പൂർണ്ണമായ പരാജയമാണെന്നടക്കമുള്ള വിമർശനമാണ് കോടതി. അങ്ങനെ ഒരു സാഹചര്യം ഒരു കേസിനകത്ത് അപാകത ഉണ്ടായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടി എടുക്കുകയാണ് വേണ്ടത്. പോലീസ് സേന മൊത്തം അങ്ങനെയാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ആലപ്പുഴ കേസിൽ വരട്ടെ, വെയിറ്റ് ചെയ്യും വരട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമുക്ക് സമയമുണ്ടല്ലോ. ഒരു കാര്യം, നിയമവിരുദ്ധമായി ആരെന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ജോലി പോലീസിനില്ല. നിയമം പാലിക്കലാണ് പോലീസിൻ്റെ ചുമതല. നിയമം വിട്ട് നിയമരഹിതമായി പ്രവർത്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ ബാധ്യസ്ഥരായി വരും. സംശയം വേണ്ട. അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഗവൺമെൻറ്റേതായ രീതിയുണ്ട്. ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ രീതി അനുസരിച്ചല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല. മോഹൻലാൽ അമേരിക്കയിലാണ്. അദ്ദേഹം കൂടെ വന്ന ശേഷം രണ്ടുപേരുടെയും ഡേറ്റ് തീരുമാനിച്ചിട്ട് അവരുടെ പ്രോഗ്രാം ഞങ്ങൾ അനൗൺസ് ചെയ്യും. അല്ല, മോഹൻലാൽ വന്ന ശേഷം അദ്ദേഹത്തെ വരും. അത് വരാൻ സംഭവിച്ചിട്ടുണ്ടല്ലോ. മോഹൻലാലിൻ്റെ ഡേറ്റ് കൂടെ കിട്ടിയ ശേഷം രണ്ടുപേരുടെയും ഡേറ്റ് ആലോചിച്ച് ഫൈനലൈസ് ചെയ്യണം. അതിന് വേണ്ടിയാണ്.